അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ലേ? ഞാൻ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് ആരംഭിച്ചത് എങ്ങനെയാണെന്നൊക്കെ പറയാട്ടോ. യൂട്യൂബ് ചാനൽ എങ്ങനെ നമ്മൾ എന്താ പറയുക ആരംഭിച്ചത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം ട്ടോ. ഞാനിങ്ങനെ നിങ്ങളെപ്പോലെ തന്നെ ഒരു വീട്ടമ്മയാണ്. വീട്ടിലെ പണികളൊക്കെ ചെയ്ത് കുട്ടികളുടെ കാര്യം നോക്കി ജീവിക്കുന്നൊരു പെണ്ണാണ് ട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലെ ഷോർട്സ് കാണുമ്പോഴും ലോങ് വീഡിയോസ് കാണുമ്പോഴും നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ലോങ് വീഡിയോസ് ഇട്ടുകൂടാ? എന്തുകൊണ്ട് ഈ ഷോർട്സ് ഇട്ടുകൂടാ? എന്നൊക്കെ ഒരു തോന്നലുണ്ടായത് ട്ടോ. ഞാൻ അപ്പോൾ എൻ്റെ ഹസ്സിനോട് പറഞ്ഞു, "ഈ ചാനൽ തുടങ്ങിക്കോട്ടെ" എന്ന് ചോദിച്ചു ട്ടോ. അപ്പോൾ ഹസ്സ് പറഞ്ഞു, "നിൻ്റെ ഇഷ്ടം നീ തുടങ്ങിക്കോ" എന്ന് പറഞ്ഞു ട്ടോ. അങ്ങനെയാണ് നമ്മളെ യൂട്യൂബിനെക്കുറിച്ച് പഠിക്കണം, യൂട്യൂബ് എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് തീരുമാനിച്ചത് ട്ടോ. അങ്ങനെ നമ്മൾ കുറേ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ കണ്ടു. യൂട്യൂബിലെ നല്ല നല്ല വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പൊതുവേ യൂട്യൂബിലെ വീഡിയോസൊക്കെ കാണുന്ന ആളാണ് ട്ടോ. ചില യൂട്യൂബേഴ്സിനെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ. അവരുടെ വീഡിയോസ്, അവരുടെ വ്ളോഗ് കാണുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ട്ടോ. ഞാനങ്ങനെ കാണാറുണ്ട്. എൻ്റെ സമയം അവർക്ക് വേണ്ടി ചെലവഴിക്കാറുണ്ട്. അവരുടെ യൂട്യൂബിലെ ഓരോ വീഡിയോസ് കണ്ട് ചെലവഴിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് തുടങ്ങിക്കൂടാ? നമുക്ക് വരുമാനം വാങ്ങിച്ചുകൂടാ? എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്ന് ഞാൻ ആലോചിച്ചു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് വന്നത് തന്നെ കേട്ടോ. അപ്പോൾ യൂട്യൂബിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. എങ്ങനെയാണ് ഷോർട്സ് ഇടുന്നത്, ലോങ് വീഡിയോസ് ഇടുന്നത് എങ്ങനെയാണ്, ഇതിന് എത്ര സബ് വേണം എന്നൊന്നും അറിയത്തില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഇരിക്കും നമ്മൾ നമ്മുടെ നെയ്ബേഴ്സിനോടും നമ്മുടെ കസിൻസിനോടൊക്കെ ചോദിച്ചു. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ്. ഒരു കൂട്ടാക്കുവോ? ഒരു സബ് തരുമോ എന്നൊക്കെ ചോദിച്ചു. ഒന്ന് ഫ്രണ്ട് ആക്കുമോ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. അങ്ങനെ അവരൊക്കെ നമ്മളെ ചിരിച്ചിട്ടാണെങ്കിൽ അവരൊക്കെ നമ്മളെ കൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു, "ഈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്നതുമല്ല. ഒരുപാട് കഷ്ടപ്പെടണം. 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആവണം. 1000 സബ് വേണം." അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു. നമ്മുടെ കസിൻസൊക്കെ പറഞ്ഞു ട്ടോ. പക്ഷെ നമ്മളത് എന്താ പറയുക ചിരിച്ച് തള്ളി അല്ലേ? ചിരിച്ച് തള്ളി എന്ന് പറയാം ട്ടോ. നമ്മൾ മുന്നോട്ട് തന്നെ എന്താ പറയുക മുന്നോട്ട് എടുത്ത് വെച്ച കാല് പുറകോട്ട് എടുക്കില്ല എന്നൊരു വാശിയിൽ കേട്ടോ. അപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ കേറിപ്പറ്റണം അല്ലേ? ഒരു യൂട്യൂബർ ആവണം എന്നൊരു ഭയങ്കര ഒരു ആശയമായിരുന്നു ട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക ആഗ്രഹം, ആഗ്രഹം എന്നൊക്കെ പറയാലോ. അങ്ങനെയായിരുന്നു ട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക 100 സബ് അങ്ങനെയൊക്കെ ആയിട്ടോ. 100 സബ്ബായി. അങ്ങനെ ഓരോ സബ് കൂടി കൂടി വന്നു ട്ടോ. പിന്നെ നമ്മൾ ഷോർട്സ് ഇടാൻ തുടങ്ങി. ഷോർട്സ് ഇട്ടത് നമ്മുടെ വീട്ടിലെ എന്താ ഫുഡ് ഉണ്ടല്ലോ, ഫുഡിൻ്റെ കാര്യങ്ങൾ. അങ്ങനെ ഓരോ ഷോർട്സ് ഇടാൻ തുടങ്ങി ട്ടോ. അതൊക്കെ പഠിച്ച് നമ്മൾ സ്വയം പഠിച്ച്. അല്ലാതെ നമ്മൾക്ക് ആരും പറഞ്ഞു തരാനില്ലല്ലോ. നമ്മൾ പിന്നെ വീഡിയോസ് എന്താ പറയുക യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. എങ്ങനെ ചാനൽ തുടങ്ങാം, എങ്ങനെ ഇതൊക്കെ തുടങ്ങാം. അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അങ്ങനെയും അവരുടെ വീഡിയോസ് കണ്ട് നമുക്കൊരു പ്രചോദനം ഉണ്ടായിട്ടോ. പിന്നെ എന്താ പറയുക, പിന്നെ അങ്ങനെ നമ്മളൊരു 300 സംതിങ് സബ് ആയപ്പോഴാണ് നമുക്ക് ലൈവിനെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചത് കേട്ടോ. അതുകൊണ്ടൊക്കെ നമ്മൾ പല ലൈവിലും പോയി ട്ടോ. ലൈവ് എന്താണെന്ന് മനസ്സിലായത് പിന്നീടാണ് ട്ടോ. എനിക്കറിയില്ലായിരുന്നു ലൈവൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങണം, ലൈവ് ഇതിൻ്റെ ഭാഗമാണെന്നും അറിയത്തില്ലായിരുന്നു ട്ടോ. പക്ഷെ നമ്മളങ്ങനെ ഓരോ ലൈവിൽ കൂടെ പോയി, ഓരോ ലൈവിലെ കാര്യങ്ങളും ലൈവിൽ ചെല്ലുമ്പോൾ ഓരോ ലൈവിലെ ആളുകൾ സംസാരിക്കുമല്ലോ. യൂട്യൂബേഴ്സിനെ കുറിച്ച് സംസാരിക്കും. ഇത്രയും സബ് വേണം, ഇത്രയും വാച്ചുകൾ വേണം എന്നൊക്കെ പറയുമല്ലോ. അങ്ങനെ നമ്മൾ അവരുടെ എന്താ പറയുക, അവർ പറയണ കേട്ട് നമ്മൾ എന്താ പറയുക പ്രവർത്തിച്ചു എന്ന് പറയാം അല്ലേ. അങ്ങനെ നമ്മൾ 300 സംതിങ് സബ് ആയപ്പോഴാണ് ലൈവ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ലൈവിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ആദ്യമൊക്കെ എന്താ പറയുക ഫേസ് കാണിച്ച് ലൈവ് ഇടാൻ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. എനിക്കറിയില്ല സത്യം പറയാലോ, ചിരി വരും. കാരണം നമുക്കിങ്ങനെ ഫേസ് കാണിച്ചിങ്ങനെ എന്താ ഹായ് ഹലോ, നമുക്ക് ഫേസ് കാണിക്കാതെ നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം, എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം. പക്ഷേ ഫേസ് കാണിച്ചിട്ട് സംസാരിക്കുമ്പോൾ എന്താ പറയുക സോഷ്യൽ മീഡിയ അല്ലേ, എല്ലാവരും കാണുന്നതല്ലേ, സത്യം പറഞ്ഞാൽ ചിരി വരുവാണോ, നാണം വരുവാണോ, അതോ എന്താ പറയുക കരച്ചിൽ എന്താണെന്നറിയില്ല. ഫേസ് കാണിച്ച് ലൈവ് ഇടാൻ ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ. പക്ഷേ ഫേസ് കാണിച്ച് ലൈവ് ഇട്ടാലാണ് ആരെങ്കിലും വ്യൂവേഴ്സ് വരുള്ളൂ അല്ലേ, സംസാരിക്കാനായാലും വരുള്ളൂ. ആദ്യമൊക്കെ ഫേസ് കാണിച്ച് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുറച്ച് വ്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് വ്യൂസ്. പിന്നെയാണ് വ്യൂസ് കൂടിയതും പിന്നെ അവരോട് സംസാരിക്കാൻ എന്താ പറയുക എന്താ ഹായ് പറയുമ്പോഴും ഹലോ പറയുമ്പോഴും അവരോട് സംസാരിക്കാനുള്ളൊരിതുണ്ടല്ലോ, എന്താ പവറെന്ന് പറയാം അല്ലേ, നാണമില്ലായ്മ അത് നമുക്കുണ്ടായത് കേട്ടോ. ഫേസ് കാണിച്ച് ലൈവ് ഇട്ടതിന് ശേഷം ലൈവ് സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാത്രം അല്ലേ. അങ്ങനെയാണ് നമ്മൾ ലൈവ് മുന്നോട്ട് കൊണ്ടുപോയത് ട്ടോ. അപ്പം നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടി, നല്ല നല്ല കൂട്ടുകാരെ കിട്ടി, നല്ല നല്ല ആങ്ങളക്കുട്ടികളെ കിട്ടി അല്ലേ, ഇത്തമാരെ കിട്ടി, അനിയത്തിമാരെ കിട്ടി, നമ്മുടെ പ്രായമുള്ളവരെ കിട്ടി. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ലൈവിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മളെ സബ്ബാക്കിയിട്ടുണ്ട്. അപ്പോൾ ലൈവ് വഴിയാണ് എനിക്ക് 1K സബ് ആയത് കേട്ടോ. ലൈവ് വഴി മാത്രമാണ് 1K സബ് ആയത്. 1K സബ് ആയപ്പോൾ നമ്മൾ എന്താ പറയുക നമ്മൾ 1K സബ് ആയപ്പോൾ ഭയങ്കര സന്തോഷം. എന്താണെന്നറിയില്ല കേട്ടോ. 1K സബ് ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ.
ഞാനപ്പോൾ എന്താ ചെയ്തേ, നമ്മളൊരു കേക്ക് മുറിച്ച് നമ്മൾ അടുത്തുള്ള കുട്ടികൾക്ക് കുട്ടികൾ ചെറിയ അടുത്തുള്ള വീട്ടിലെ കുട്ടികളെ വിളിച്ച് ഒരു കേക്ക് മുറിച്ച് ആഘോഷിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷാട്ടോ. കാര്യം ഒരുപാട് സബ്ബുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഈ 1K എന്നുള്ളത് നിസ്സാരമായിരിക്കും. എന്താ പറയുക, തമാശയായിരിക്കും കേട്ടോ. പക്ഷേ എന്നെപ്പോലുള്ളൊരു ന്യൂ യൂട്യൂബർക്ക് ഈ 1K എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാട്ടോ. എന്താണെന്നറിയോ, ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ കേക്ക് മുറിച്ചൊക്കെ ആഘോഷിച്ച് ഞാൻ അത് ഷോർട്സൊക്കെ ഇട്ടു കേട്ടോ. സത്യം പറയാലോ. ഭയങ്കര സന്തോഷം. പക്ഷേ ഈ 1K പോലും ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ട്ടോ. അല്ലേ? 1K പോലും ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരും നമ്മളെ കളിയാക്കിയ ആൾക്കാരും ഒരുപാട് പേര് നമുക്കുണ്ട് ട്ടോ. സത്യം പറയാലോ. ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ കളിയാക്കുന്ന ആൾക്കാർ ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു പ്രചോദനം. കണ്ടോ? കളിയാക്കുന്ന ആൾക്കാർ നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഈ ഏഹ് മൊത്തത്തിൽ നമ്മുടെ ഇവിടെ ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ കളിയാക്കുന്നവരുണ്ടായാൽ മാത്രം നമുക്കൊരു വാശി ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഒരു വാശി, നെഗറ്റീവ് ഉണ്ടാവണം. നെഗറ്റീവ് ഉണ്ടാവണം. ഒരു നെഗറ്റീവ് ഉണ്ടായാൽ മാത്രമാണ് നമുക്കൊരു പോസിറ്റീവ് ഉണ്ടാവുള്ളൂ അല്ലേ? ഒരു നെഗറ്റീവ് വേണം നമുക്ക്. നെഗറ്റീവ് പറയാൻ ആള് വേണം. എന്നാൽ മാത്രമേ ഒരു പോസിറ്റീവ് നമുക്ക് ഉണ്ടാകാൻ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് നെഗറ്റീവ് ഇഷ്ടമാണ് ട്ടോ. നെഗറ്റീവ് പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമ്മളത് തരണം ചെയ്യണം അല്ലേ? അപ്പൊ നമുക്ക് ഉള്ള യൂട്യൂബ് ചാനൽ എന്താ പറയാ, 1K ആയിട്ടുണ്ടല്ലോ. 1K ആയി. പിന്നെ എന്താ പറയാ, പിന്നെ നമുക്ക് 1K ആയതിനു ശേഷം നമുക്ക് പിന്നെ സബ് ചോദിച്ച് ഒരു ലെവലിൽ പോയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സബ് വരും കേട്ടോ. നമ്മുടെ ഷോർട്സിൽ നിന്ന് നമുക്ക് സബ് വരും. ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവർ സബ്ബാക്കും. നമ്മുടെ ഓഡിയൻസ്, നമ്മുടെ വ്യൂവേഴ്സ് സബ്ബാക്കും അല്ലേ? അങ്ങനെ ഷോർട്സ് ഇടാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് ലോങ് വീഡിയോസ് ഇടാൻ അതിനിടയ്ക്ക് പിന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ലോങ് വീഡിയോസ് ഇടാൻ തുടങ്ങി. പക്ഷെ വ്യൂസ് ഒന്നുമില്ല. എങ്കിലും നമ്മൾ ലോങ് വീഡിയോസ് കണ്ടിന്യൂ ചെയ്തു. അല്ലെ, വിഷമാണ് സത്യം പറഞ്ഞാൽ. വ്യൂസ് കുറയുമ്പോൾ നമുക്ക് നല്ല സാഡാണ് ട്ടോ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട്, നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിലും നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എന്താ പറയുക, വീഡിയോസ് ഒക്കെ എടുക്കുന്നു അല്ലേ? വീഡിയോസ് എടുത്തിട്ട് വല്ല ക്ലാരിറ്റി ഒന്നുമില്ല. നമ്മുടെ ചെറിയ ഫോൺ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ലോങ് വീഡിയോസ് എടുത്ത് നമ്മളത് എന്താ പറയുക, യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യണു. എഡിറ്റ് ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണു. പക്ഷെ നമ്മൾ ഒരുപാട് അതിൻ്റെ മുന്നിലേക്ക് പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഈ യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ നമ്മൾ ഓർക്കാറുണ്ട്, ഈ എന്താ ഇവർ ചുമ്മാ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ കാര്യം എന്ന് ഓർക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. യൂട്യൂബിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് ഈ യൂട്യൂബറിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ. അത് യൂട്യൂബർക്ക് മാത്രം മറ്റൊരു യൂട്യൂബർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. യൂട്യൂബിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അല്ലേ, ഭയങ്കര പാടാണ് അല്ലേ? അതൊക്കെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഏർണിങ്സ് കിട്ടുക എന്നുള്ളത് ഒരു ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഈ യൂട്യൂബറുടെ ഒരു എന്താ പറയാ ഒരു എക്സാമാന്ന് പറയാം അല്ലേ? എക്സാം പോലെയാണ് അല്ലേ? ഒരു എന്താ പറയാ, കഷ്ടപ്പെട്ട് എന്താ വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അത് മറ്റുള്ള വ്യൂവേഴ്സ് കണ്ട് അല്ലേ? ലൈക്ക്, ഷെയർ, കമൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താ പറയാ, ഒരു യൂട്യൂബർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? നമ്മുടെ വീഡിയോ മറ്റുള്ളവർ കണ്ടാൽ മാത്രമേ നമുക്കൊരു മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കും. സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ. സാധിക്കും. നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് യൂട്യൂബർ എന്നാവുക. പക്ഷേ നമ്മുടെ വീഡിയോസ് മറ്റുള്ളവർ കാണണം അല്ലേ? എല്ലാവരും കാണുകയും ചെയ്യണം കേട്ടോ. മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വേണം. ലൈവിലാണെങ്കിലും മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വേണം അല്ലേ? നമ്മുടെ വീഡിയോസ് കാണാനായാലും മറ്റുള്ളവരുടെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പം നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ മറ്റുള്ളവർ കാണുള്ളൂ അല്ലേ? നമുക്ക് സബ് കിട്ടാനും നമ്മുടെ വ്യൂസ് ഉണ്ടാവാനൊക്കെ നല്ലത് നല്ല കണ്ടന്റ് നമ്മൾ തിരഞ്ഞെടുക്കണം അല്ലേ? പക്ഷെ ഞാനൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കണ്ടന്റാണ് ഞാനൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല കേട്ടോ. ഇപ്പോഴും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. എന്നാലും നമ്മൾക്കറിയാവുന്നത് നമ്മൾ ചെയ്യുന്നു. അത്രേ ഉള്ളൂ കേട്ടോ. പറയാ. അപ്പൊ എല്ലാവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം കേട്ടോ. അപ്പൊ എനിക്ക് സാധിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഞാനിപ്പോ എന്താ പറയാ, ഇപ്പോൾ 1K കഴിഞ്ഞ് 2K കഴിഞ്ഞ് 3K കഴിഞ്ഞ് 4K കഴിഞ്ഞ് 5K കഴിഞ്ഞ് 5.700, അതായത് 5700 സബ്ബായിട്ടാണ് നിലവിലുള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ചാനൽ, അപ്പൊ ഇതുവരെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചെറിയ ചാനലാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് കേട്ടോ നമ്മുടെ വിജയം. നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സിന്റെ വിജയം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു ചാനലൊക്കെ തുടങ്ങി മുന്നോട്ട് വരും. എന്നെപ്പോലെ മുന്നോട്ട് വരും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ടാറ്റ, അതുവരേക്കും. അസ്സലാമു അലൈക്കും.